പൊട്ടിക്കാന്ന് പറഞ്ഞപ്പോ എന്നോട് പോയിക്കോളാ. വെട്ടിയെടുക്കണമെന്ന് പറഞ്ഞപ്പോ എന്നോട് പോയിക്കോളാ. ഇത് വണ്ടിയില്ലേ കാണാലേ അലിയുടെ സ്വഭാവം. കിട്ടിയില്ല അറിയാതിരിക്കരുത്. ഗൾഫ് ആകെ ഇപ്പൊ ഗൾഫിക്ക് ഇങ്ങനത്തെ ഒരു പെട്ടി വന്നതാ. അതിന് പൊട്ടിക്കാൻ തന്നെ വേണം ആള്. ഇതെന്ത് വിചാരിച്ചേ? ഗൾഫിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോ ആ പെട്ടി പൊട്ടിക്കണ മാത്രല്ല, ഇവിടെയുള്ള പെട്ടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പേരക്കല്. അതാണ് പേരക്കല് നമ്മളിവിടെ മറ്റേത് അവിടെ ആ പെർഫ്യൂം ഓന് മറ്റേ പെർഫ്യൂം എന്തായാലും കുറ്റങ്ങളായിരിക്കും. നമുക്ക് ഇവിടെ കിട്ടും, കുറച്ച് ചിപ്സ് കിട്ടുമ്പോ ആ ഒരു സന്തോഷം. അലുവ, ലഡു, ജിലേബി അതൊക്കെ ഉണ്ട്. ഇപ്പൊ എന്താ കഴിഞ്ഞാണ്ടല്ലോ ഓരോ പ്രവാസികളെ മോറ് കാണാം. എന്നിട്ട് ആകെ തിന്നിട്ടുണ്ട് ഒരു കടത്ത് കിടക്കാൻ. വല്ലാത്ത ജാതി. അതൊരു കടത്തം തന്നെ. ആരോടും പരാതിയുമില്ല, കുറ്റവുമില്ല. ചിലത് ചിലപ്പോ ചെറിയൊരു കഷ്ണൊക്കെ പല്ലിനടുക്ക് കൊടുക്കും. അത് പോലും ഇങ്ങനെ പറയും, എന്ത് ഇതൊന്നും കൂടി ഒന്ന് ഉഷാറാക്കിയോ, അതല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് മസാല കണ്ട് ഉപ്പ് പറഞ്ഞു. എവിടെ പല്ലിന്റെ അടുത്ത് കുടുങ്ങിട്ട് അവസാനത്ത് അതും കൂടി തോണ്ടെടുത്ത് തക്കിക്കാരോ. അപ്പളാ ഈ പറയണ്ട് രണ്ടു കൂടി അതിലിട്ടാല് അതും കൂടി ചാടി വന്നെടുക്കും. അങ്ങനത്തെ ആൾക്കാരോ. 2 കഷ്ണം കൂടി ബാക്കി ഉണ്ടായിരുന്ന ഓടി വന്നാ എടുക്കും. ആ ആൾക്കാർ ഈ പറയണ്ട് പല്ലിൻ്റെ കൂടി ഒക്കെ കഴിഞ്ഞ ശേഷം ഉപ്പ് ലേശം കൂടി ഒന്ന്, മസാല ലേശം കൂടി ഒന്ന്, അതിൻ്റെ അടി കൂടെ കയറാം മറ്റവൻ്റെ കടത്തം. ഇന്നിപ്പോ ആശാന് ഉറക്കുണ്ടാവുക ശിഷ്യ വന്നോണ്ട്. ശിഷ്യ വന്നോണ്ട് ഉറക്കല്ല, ശിഷ്യ ഈ നട്ടപ്പാലിക്കിരിച്ചതിന്റെ കഥ പറയോ. അതാണ് പറ്റേ ശിഷ്യ ഒളിക്കരുത്, നട്ടപ്പാലി എനിക്ക് ഉറക്കണം എന്നോട്.